സംസ്ഥാനത്ത് UDF തരംഗം 18 ജയം. പ്രിയപ്പെട്ടവരെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. സാറേ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ പോവാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അറിയാൻ പറ്റും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്താണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ? കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിക്കെങ്ങനെ അറിയാം? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമ്മൾ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം ഏതായിരിക്കും? കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ട മണ്ഡലം. നല്ല വാസുവേട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുവേട്ടൻ നോക്കിയേ. കാറ്റിൽ വെയിലിൽ ആവേശം. സന്തോഷായി, നല്ല സന്തോഷായി. ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും. വടകരയോ? ഈ കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിൽ ആദ്യം മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും. നീ ഇതാരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പോലുള്ള. വടകര ഷാഫി പറമ്പിൽ മുന്നിലായിട്ടാണ് ഇപ്പോഴുള്ളത്. മെച്ചപ്പെട്ട പ്രവർത്തനമാണ്, വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരത്തിൽ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നു പോയതിന്റെ ഞെട്ടലാണ് ഇടത് കേന്ദ്രങ്ങൾ. കിട്ടിയല്ലോ, സമാധാനായി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങൾ? അതിശക്തമായ LDF തരംഗം അങ്ങനെ അലയടിച്ച് വരികയല്ലേ? പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക് അടിയൊഴുക്കല്ല, മേലെയൊഴുക്ക് തന്നെ ഉണ്ടാവും. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? പറയുന്നത് നടക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് പിണറായി എന്ന പേര്. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ തെരഞ്ഞെടുപ്പ് LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. BJP കേരളത്തിൽ ഒരു സ്ഥലത്തും ജയിക്കില്ല. ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ? വയനാട് വലിയ തോതിൽ വികസനം ദാഹിക്കുന്നു. സംബന്ധിച്ചിടത്തോളം എപ്പോഴും വെളിപ്പുറത്തുള്ള ഒരു MP ആയിരിക്കും ഞാൻ. അയ്യോ വേണ്ടേ, രക്ഷപ്പെടും. അതിന്റെ രക്ഷണ പോയേ പോയേ, കയ്യിന്ന് പോയേ. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ബാക്കി 2 സ്ഥാനാർത്ഥികളും അവര് ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. എനിക്ക് ഇവിടെ പെർമനന്റ് വിസയാണ്. നിങ്ങൾ ഇതുപോലെ വലിയ തോൽവി ഏറ്റുവാങ്ങാൻ ഇടയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വിശദമായ പരിശോധനക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.